ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. അപ്പം ഇന്നത്തെ വീഡിയോ മുന്നേ ഞാനിട്ട ഗാർഡൻ കോർണർ ടൂറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അതായത് ഞാനൊരു സീറോ കോസ്റ്റ് പ്ലാന്റ് സ്റ്റാൻഡും അതിലെ ചെടികളെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചെടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് തുടർന്നുള്ള ഗാർഡൻ അപ്ഡേറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചെത്തിയുടെ തന്നെ മുട്ടുകൾ ഇട്ടിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചെത്തിയിൽ നിറയെ ആ മുട്ടുകളൊക്കെ വിരിഞ്ഞ് പൂക്കൾ ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോനേക്കാളും. അപ്പം അതിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ഫിലഡൻഡ്രോൺ ലെമൺ ലൈം പ്ലാന്റിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു ചെറുത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ചെടിയാണിത്. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞ ചെടികളെ തണലത്ത് വെക്കണം. അത് കഴിഞ്ഞൊന്ന് പിടിച്ചു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ലൊരു വെയിലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് എടുത്തു വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പം ഈ ചെടി ഇപ്പോൾ നന്നായി പിടിച്ചു. അപ്പോൾ ഞാൻ ഇതിനെ ഈ കുട്ടി പ്ലാന്റിനെ ഈ സ്റ്റാൻഡിന്മേലേക്ക് മാറ്റി. എന്നിട്ട് നമ്മുടെ ഒരു ജമന്തിയുടെ ചെടി ഉണ്ടായിരുന്നത് താഴത്തേക്ക് ഇറക്കി വെച്ചു. അതാണ് ഇത്. ഇതും അതുപോലെ തന്നെ ഞാൻ പഴയൊരു ടൈൽസ് കഷ്ണം വെച്ചിട്ട് അതിൻ്റെ താഴെ ഇഷ്ടിക വെച്ചിട്ടൊന്ന് പൊന്തിച്ച് നിർത്തിയിട്ടുണ്ട്. അതിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാ കുങ്ങിണിയുടെയാണ്. ആ കുങ്ങിണിക്ക് ഇപ്പം ഇലകളൊക്കെ ഇങ്ങനെ നന്നായി മുളച്ച് വന്ന് ഇപ്പം നല്ല രീതിയിൽ അത് പിടിച്ച് വരുന്നു. പിന്നെ ഈ വെച്ചിരിക്കുന്ന പ്ലാന്റ് ഇപ്പം നമുക്കൊക്കെ സുപരിചിതമായിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ്. അത് ഡ്രസീന വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇപ്പം മഴയൊക്കെ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടാവുകൊണ്ട് വെള്ളമൊക്കെ നിറയെ ഉണ്ട് കേട്ടോ അതുമ്മ. അപ്പം ഇത് നല്ല ചുവന്ന കളറോ, ഇതിപ്പോൾ അതായത് ഒരു ചെറിയ പ്ലാന്റ് ആണ്. അപ്പം നല്ല ഇലകളൊക്കെ വലുതാകുമ്പോൾ ഇലകൾക്കൊക്കെ നല്ല റെഡ് കളറാവുന്ന തരത്തിലുള്ളൊരു വെറൈറ്റിയാണത്. പിന്നെ ഇത് സീനികയുടെ പൂക്കളാണ്. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ തൈയിൽ പൂവില്ല. പൂവ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വേറെ ഒന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ചാക്കിലാണ് കേട്ടോ ഈ ചെടി നട്ടിട്ടുള്ളത്. ഒരു ആവശ്യമില്ലാത്തൊരു ചാക്ക് ഉണ്ടായിരുന്നതിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് ഈ ചെടി. പിന്നെ ഇവിടെ നിറയെ അരീലിയ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ ഒരു കോർണർ പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം നട്ടതാണ്. പിന്നെയാണ് ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. അപ്പം ഈ ചെടികളല്ലാതെ അതിൻ്റെ ബാക്കിലായിട്ട് പോയി കണ്ടോ. അച്ഛൻ വരെ ഞാൻ അരീലിയ പ്ലാന്റ്സ് വെട്ടി നിർത്തിയിട്ട് അത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അരീലിയയുടെ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. അപ്പം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു 3 ചട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂവ് ഉണ്ടായിട്ടുള്ളത്. അതിലെൻ്റെ വയലറ്റും വെള്ള കളറുള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ്. അതിലിപ്പോൾ വയലറ്റിൽ പൂവ് ഉണ്ടായിട്ടുണ്ട്, വെള്ളയിൽ മുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ വിരിഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് ആ വയലറ്റിൻ്റെ പൂവെന്ന് പറയുന്നത്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂക്കളാണ് കേട്ടോ. അത് ആദ്യമായിട്ട് വിരിഞ്ഞതാണ്. ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് ആദ്യമായിട്ടാണ് വളർത്തുന്നത്. അപ്പം ആദ്യമായിട്ട് വിരിഞ്ഞിട്ടുള്ള പൂക്കളാണത്. പിന്നെ ആ വെള്ളയിലൊരു മുട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല. വിരിക്കുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പൂവിനെ ഒന്ന് ഉൾപ്പെടുത്താം. അപ്പം അതാണിത്. പിന്നെ ഇവിടെ ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കേശകാന്തി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയായിരുന്നു, നല്ല വയലറ്റ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പം അത് ഭയങ്കര കാട് പോലെയായി മാറി. അപ്പം ഞാൻ അവിടുന്ന് ആ ചട്ടി എടുത്ത് മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ അതിൻ്റെ വേരൊക്കെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേരിനൊക്കെ ഒന്ന് ഇളക്കം തട്ടിയിട്ട് ആ ചെടി ഒരു വാടിയ അവസ്ഥയിലായി. അപ്പം ഞാനതിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ആ പൂവിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ ഡാലിയയുടെ തൈകളാണ്, ചെടികളാണ്. അത് പൂവുണ്ടാവാറായിട്ടില്ല, വളർന്നു വരുന്നതേ ഉള്ളൂ. ഈ ഡാലിയ പ്ലാന്റിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ടോ. അപ്പോൾ കിഴങ്ങിന്നാണ് ഈ ചെടികളൊക്കെ താഴത്തുനിന്ന് ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ളത്. ഒക്കെ ഡാലിയയുടെ തൈകൾ അവിടെ വെച്ചിട്ടാണ് ഒരു താങ്ങ് കൊടുത്തിട്ട് അതിൽ കെട്ടി വെച്ചിട്ടുള്ളതാണ്. ഈ ഡാലിയയുടെ റെഡ് കളറുള്ള ഡാലിയാണ് ഇതെല്ലാതും. ആണോ, ഇപ്പോൾ നല്ല ഹൈറ്റിൽ ഇത് പോകുന്നുണ്ട്. ഇനി ഇത് വെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അത് നല്ല ഹൈറ്റിൽ വെച്ച് പോവും. പിന്നെ ഇവിടെ ചെണ്ടുമല്ലിയുടെ കുറച്ച് തൈകൾ ഉണ്ടായിരുന്നത് ഞാൻ ഇവിടേക്ക് നട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിലായി പോയോണ്ടേ കുറച്ച് ഹൈറ്റുള്ള ചെടികൾ വെക്കണത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട്
ഇപ്പോൾ അവിടെ ചെണ്ടുമല്ലിയുടെ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ്. ആ ഒരു ഭാഗം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഐഡിയാസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ചെണ്ടുമല്ലിയുടെ ഒരു 4-5 തൈ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ങൊന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ കൊടുക്കണം. പിന്നെ ഒരു തുളസിയുടെ ചെടികൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അത് തന്നെ പൊട്ടിമുളച്ച് വന്നതാണ്. അപ്പോൾ പിന്നെ തുളസി ആയതുകൊണ്ട് ഞാൻ പറിച്ചു നട്ടിട്ടില്ല. അതവിടെ അങ്ങനെ നിൽക്കുക. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഹാങ്ങിങ് ചെയ്തിട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇത് നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്തൊക്കെ വളരുന്ന ഇങ്ങനത്തെ ഓരോ കമ്പികളൊക്കെ എടുത്തിട്ട് ഒരെണ്ണം ഇവിടെയും വെച്ച് ഫിക്സ് ചെയ്തു. മതിലിൻ്റെ മുകളിൽ ഒരെണ്ണം ആ ഒരു ചെമ്പരത്തിയിലും വെച്ചിട്ട് ഒരു താങ്ങ് പോലെ കൊടുത്ത് അതിന്മേൽ ഈ പഴയ കുപ്പികളൊക്കെ വെട്ടി ശരിയാക്കിയിട്ടാണ് ഇവിടുത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ടർട്ടിൽ വൈനാണ്. അപ്പം ഈ കുപ്പികളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ടർട്ടിൽ വൈൻ പ്ലാന്റ് ആണ്. ഇത് വെച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ ഈ ടർട്ടിൽ വൈൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ടൊറീനിയയുടെ പ്ലാന്റ് പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത് നല്ല രസത്തിൽ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് വേറെ ഞാനൊരു അറേഞ്ച്മെന്റ് ചെയ്ത് നോക്കിയതാണ്. ചെണ്ടുമല്ലി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതൊരു കുപ്പി മുറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെന്നാണ് ഈ ചെണ്ടുമല്ലി അടിയിലൊരു തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെണ്ടുമല്ലി നട്ടിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായി ഇത് മുകളിലേക്ക് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ചെണ്ടുമല്ലി ചെടി മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത രീതിയിൽ പൂവുണ്ടായിട്ട് നിൽക്കുമല്ലോ. അപ്പം നല്ല ഭംഗിയാവും കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം പൂവുണ്ടാവാറായിട്ടില്ല, വലുതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ പൂവുണ്ടായി കഴിഞ്ഞാൽ കാണിക്കാം. പിന്നെ ഇതും ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഈ ചെടികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇത് 10 മണി ചെടികളാണ്. അപ്പം അതാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടൊരു ഓർക്കിഡ് ഉണ്ട്. അതെനിക്ക് ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കണതാണ്. ഇതും പിന്നെ ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല. അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഒരു വാഴക്ക പോലെ. ഇത് നിറയെ പിടിക്കും കേട്ടോ. ഇതൊരു കഷ്ണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരിയിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നിൽക്കും. അപ്പോൾ എന്താ പറയുക, ഇത് കുറേ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു 4-5 വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ വന്നായിരുന്നു. അപ്പോൾ ഇത് ഓർക്കിഡാണ്. ഓർക്കിഡിൻ്റെ തൈകൾ ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് ഈ ഇതിൽ പോട്ടിൽ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി ഉണ്ടായിരുന്നു. അതപ്പോൾ നന്നായി വളർന്നു. അപ്പം അതുമ്മലാണ് ഇതൊക്കെ ഇങ്ങനെ കൊളത്തിട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു പടരണ ചെടിയും കൂടി അതുമ്മ കൂടെ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. ഇതൊരു യെല്ലോ കളറ് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിൽ കുറവായതുകൊണ്ട് ഇതിൽ അങ്ങനെ പൂക്കൾ എനിക്ക് കിട്ടാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ടാവും. അപ്പം ഈ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ചട്ടിയിലൊരു ചേമ്പ് നട്ടിട്ടുണ്ട്. എനിക്ക് ഈ ചേമ്പുകളുടെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നല്ല ഭംഗിയുള്ള ചേമ്പ് കണ്ടല്ലോ ഞാൻ അത് പറിച്ചുകൊണ്ടുവന്ന് നടും. കാരണം ഇലകളുടെ നല്ല രസമാണല്ലോ കാണാനായിട്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഓർക്കിഡിൻ്റെ ഇത് നാളികേരത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ ചെമ്പരത്തിയുടെ മരം. ഇതിൽ നന്നായിട്ട് ചെമ്പരത്തി പൂക്കൾ ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൽ ഹൈറ്റ് പോയേനെ. ഒരു തവണ നിറയെ വെട്ടി മുട്ടയൊക്കെ വെച്ചു. പിന്നെ വളർന്നു വന്നതാണിത്. പിന്നെ ഇതും ഒരു ഓർക്കിഡാണ്, ഡെൻഡ്രോബിയാണ്. ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വെറൈറ്റിയിലുള്ളതാണ്. അപ്പം ഈ പോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതായത് അടുക്കളയിൽ ആവശ്യമില്ലാത്തത് ഉള്ളൊരു പാത്രം എടുത്തിട്ട് അതിന് 4 ചുറ്റും ഒരു കയറ് കെട്ടി അവിടെ തൂക്കിയിട്ടേക്കാണ്. പിന്നെ അതിലിങ്ങനെ ഈ ഡെൻഡ്രോബിയം വെച്ചു. അപ്പം അതാണ് ഇവിടെ കൊളത്തിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് ചെണ്ടുമല്ലിയുടെ തൈകൾ ഞാൻ നട്ടിട്ടുണ്ട്. അതിപ്പോൾ അങ്ങോട്ട് വീണ് കിടക്കണം. ഞാനൊരു താങ്ങ് കൊടുത്ത് ശരിയാക്കണം. കാരണം ഇപ്പം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിറയെ മഴ പെയ്തിട്ട് അതൊക്കെ താഴെ വീണു. പിന്നെ ഇതാണ് ആ തേങ്ങയിൽ വെച്ച ഓർക്കിഡ്. അതിനെനിക്ക് സൂം ചെയ്ത് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ അത് അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ചെടികൾ കാണിക്കാം. അപ്പോൾ സൈഡിൽ ഞാനിവിടെ റിയോ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതും ഇതുപോലെ ഒരു കഷ്ണം ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഇവിടെ കിടക്കുന്ന കല്ലും കട്ടയും അതുപോലെ തന്നെ ടൈൽസിൻ്റെ പീസൊക്കെ എടുത്തിട്ടുള്ളതാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് റിയോ ആണ്. റിയോ പ്ലാന്റിൻ്റെ തന്നെ 3 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ 2 വെറൈറ്റിയാണിത്.
ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെറൈറ്റീസ്, അങ്ങനെ 2 തരത്തിലുള്ളതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല ലഷായിട്ട് വളർന്നു കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വേറൊരു വെയിലുള്ള സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇലകളിലൊക്കെ പെട്ടെന്ന് സൺബേൺ ഉണ്ടായി. അപ്പം ഞാനിത് ഇവിടേക്ക് ഈ ചെമ്പരത്തിയുടെ അടിയിൽ നല്ല തണൽ കിട്ടും, അപ്പം അത് ഇവിടേക്ക് മാറ്റി വെച്ചതാണ്. അതുപോലെ തന്നെ ഇതിവിടെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കുറച്ച് ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം തണലുള്ള കാരണം കൊണ്ട് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബിഗോണിയാണ്. ഇത് ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചതാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ലഷായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇത് ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ്, അതിൻ്റെ ഒരു മുന്നേ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാനൊരു ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഹാങ്ങിങ് പ്ലാന്റിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിവിടെ ഉണ്ടാക്കിയത്. ഇത് ഒരു പഴയ സൈക്കിൾ കൊട്ടയാണ് കേട്ടോ. പഴയ സൈക്കിൾ കൊട്ടയിൽ മണ്ണ് നിറച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് സിങ്കോണിയത്തിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ലക്കി ബാമ്പു. ഞാൻ വലിയൊരു ലക്കി ബാമ്പു ഉണ്ടായിരുന്നതിൽ 2 കഷ്ണം തല പൊട്ടിച്ചെടുത്തിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇപ്പം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് റിയോയുടെ 3ാമത്തെ വെറൈറ്റി എന്ന് പറയണത്. അതായത് ഒരു വെള്ള സ്ട്രിപ്പും കൂടി അതിൻ്റെ മേലെ ഉണ്ടാവും. കണ്ടോ, നല്ല ഡബിൾ കളർ പോലെയാണ് ഇതിൻ്റെ ഒരു കാണുക. അടിയിൽ നല്ല വയലറ്റ് പർപ്പിൾ കളർ തന്നെ, മുകളിലൊരു ഗ്രീനും വൈറ്റും വരും. അപ്പോൾ ഈ 2 വെറൈറ്റിയിൽ അങ്ങനത്തെ വെള്ള സ്ട്രിപ്സ് ഇല്ല. അപ്പോൾ ആ ഒരു വെറൈറ്റിയിലാണ് അതുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ വെച്ചിട്ടുള്ള ഒരു പഴയ പാത്രത്തിൽ. പിന്നെ ഇത് മെക്സിക്കൻ പിറ്റോണിയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ എൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് കണ്ടിട്ട് എനിക്കൊരു വെള്ള ഒരു ഇത് കിട്ടി. ആ വീഡിയോ ഇട്ടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വെള്ളം കിട്ടിയായിരുന്നു. പിന്നെ ഇത് ഒരു ചെടിയാണ്. ഇത് എൻ്റെ അച്ഛൻ എവിടെ നിന്ന് എങ്ങാണ്ട് പറിച്ചുകൊണ്ടുവന്നതാണ്. പക്ഷെ അതിൻ്റെ പേര് എനിക്കറിയില്ല. അതിന് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനത്തെ ചെറിയൊരു കഷ്ണം മാത്രമാണ് പിടിച്ച് കിട്ടുള്ളൂ. അതെനിക്ക് നല്ല ഇഷ്ടമുണ്ട്. അപ്പം ഈ 2 പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. അപ്പം അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് അരീലിയാസ് നിരത്തി നട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കട്ടിങ്സ് എടുത്ത് നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ വീണ്ടും മെക്സിക്കൻ പിറ്റോണിയാണ്. ഇത് വയലറ്റ് കളറിലുള്ള പിറ്റോണിയാണ്. അതൊരു പഴയ ചാക്കിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ സിങ്കോണിയം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയണത് നമ്മുടെ അഡീനിയാണ്. അഡീനിയത്തിൻ്റെ ഒരു റോസും അതുപോലെ വൈറ്റ് കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ പൂക്കൾ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയി. ഇതിലും പൂക്കളുണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് ആ അരീലിയ പ്ലാന്റ്സിൻ്റെ ബാക്കിൽ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക പല്ലികളൊക്കെ പോകാൻ വേണ്ടി കുറച്ച് കട്ടിങ്സ് കൊണ്ടുവന്നതാണ്. അതൊക്കെ ഞാനിവിടെ കുറച്ച് നട്ടു വെച്ചു. പിന്നെ ഇത് കുറച്ച് ചേമ്പുകൾ ഞാൻ ഇവിടെ ഇതിൽ വെച്ചിട്ടുള്ളതാണ്, ചട്ടിയിലുള്ളതാണ്. ഇത് നല്ല ഒരു റെഡ് കളറ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ചേമ്പാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ കാണുന്ന പുള്ളിച്ചേമ്പൊക്കെയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇതൊരു വെള്ള കളറിൽ വരുന്ന ഒരു സ്ട്രിപ്പായിട്ടുള്ളൊരു ഇല. ഇനിയും കുറച്ച് ഇങ്ങനത്തെ ഈ കളക്ഷൻ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് നഴ്സറിയിലോ അങ്ങനെ എവിടെയും പോകാനായിട്ട് വെച്ചില്ല. പിന്നെ ഇത് ഫിലഡൻഡ്രോൺ ആണ്, ഫിലഡൻഡ്രോൺ ബറിൽ മാക്സ് ആണ്. അപ്പം ആ ഒരു ഇതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഏതാണ്ട് ചീമ്പയുടെ ഒരു ആകൃതിയാണല്ലോ ഫിലഡൻഡ്രോൺ, അതുകൊണ്ടാണ് അതവിടെയും വെച്ചിട്ടുള്ളത്. ഇത് നല്ല പ്ലാന്റ് ആട്ടോ. ഇത് നമുക്ക് എവിടെ കൊണ്ടുപോയാലും ഒരു ചെറിയ കഷ്ണം വെച്ചാൽ അത് പിടിച്ചു കിട്ടും. യാതൊരു വിധ കെയറിങ്ങും അതിന് നോക്ക് പോലും വേണ്ട, അത്ര ഈസി ആയിട്ട് നമുക്ക് പിടിച്ചു കിട്ടും. അപ്പം ഇതാണ് കേശകാന്തിയുടെ ഫോട്ടോ, വയലറ്റ് പൂക്കളുണ്ടാകുന്നത്. അപ്പം ഇതൊക്കെയാണ് വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.